മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്, മാംഗോ ഫിർണി. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പാല് വേണം. ഞാൻ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് ബസ്മതി റൈസ്. ഇതൊരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കണം. അതിനുശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആകണമെന്നില്ല, ഒരു തരി പരുവത്തിന് അരച്ചെടുത്താൽ മതി. അടുത്തത് നെയ്യ്. പിന്നെ വേണ്ടത് മാംഗോ പൾപ്പാണ്. ഫ്രഷ് മാംഗോ പൾപ്പിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇപ്പൊ റെഡിമെയ്ഡ് ആണ് എടുത്തേക്കുന്നത്. ഇനി പഞ്ചസാര, ഏലക്കപ്പൊടി. ഞാനിവിടെ കുറച്ച് നട്ട്സ് കൂടെ എടുത്തിട്ടുണ്ട്. അത് കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചിടാനും വേണം, ഗാർണിഷ് ചെയ്യാനും വേണം. ഇതിന്റെ കൂടെ ഒരു ചെറിയ പഴുത്ത മാങ്ങ കൂടെ എടുത്തിട്ടുണ്ട്, ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ അരിഞ്ഞു വെച്ചത്. ഇനി ഫിർണി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കൂടെ നോക്കാം. ആദ്യം നമുക്കൊരു പാന് ചൂടാകാൻ വെക്കാം. ചൂടായി കഴിയുമ്പോൾ അതിൽ 1 ലിറ്റർ പാൽ ഒഴിച്ച് തിളപ്പിക്കാൻ പറ്റും. പാല് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന വരയ്ക്കും നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. അത്യാവശ്യം ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരച്ചു വെച്ചേക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇളക്കാനും മറക്കരുത്. ഇത് നന്നായിട്ടൊന്ന് സ്മൂത്ത് ആവുന്ന വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കും. ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടെ കൊടുക്കണം. ഇനി നമുക്ക് മധുരത്തിനായി അല്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 7 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മധുരം നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുന്നെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സ് ആവട്ടെ. ഇനി നമുക്ക് മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം. അതും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടെ എടുക്കാം. ഈ സമയം ഞാൻ നമ്മുടെ നട്ട്സ് കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. നട്ട്സ് ഇപ്പൊ വറുത്തെടുക്കണമെന്നൊന്നുമില്ല, ഞാൻ വറുത്തെടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇനി നട്ട്സ് വറുത്ത നെയ്യ് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായി നമുക്ക് വറുത്ത് വെച്ച നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. നട്ട്സ് ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് എടുക്കുന്നുള്ളൂ, ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് മാറ്റി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാംഗോയും ബാക്കി നട്ട്സും കൂടെ ഇട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടവും എളുപ്പവുമായ മാംഗോ ഫിർണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.